മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 15/11/1999 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവോണമാണ് നക്ഷത്രം. തിരുവോണം 3-ാം പാദം. മേടലഗ്നം. ലഗ്നത്തിൽ വ്യാഴം, ശനി. 2-3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ രാഹു, 5 ശൂന്യം. 6-ൽ ശുക്രൻ, 7-ൽ സൂര്യൻ ബുധൻ, 8 ശൂന്യം. 9-ൽ കുജൻ, 10-ൽ ചന്ദ്രൻ കേതു, 11 ശൂന്യം. 12-ൽ ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. സ്ത്രീ ജാതകം ആണിത്. ഈ ഗ്രഹനില പരിശോധിക്കുന്ന സമയത്ത് വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന കാരണത്താലാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവർ കോൺടാക്റ്റ് ചെയ്തിരുന്നത്. എന്തുകൊണ്ടാണത്? പ്രധാനമായും ലഗ്നാൽ 7 ഏതൊരാളുടെയും വിവാഹസ്ഥാനം നീചനായി സൂര്യൻ നിൽക്കുന്നു ബുധനോടൊത്ത്. അവിടേക്ക് ലഗ്നത്തിൽ നീചനായി നിൽക്കുന്ന ശനി, ഒപ്പം വ്യാഴം. ഗുളികൻ്റെ 2ാമത്തെ ദൃഷ്ടിയിലാണ് പ്രസ്തുത വ്യാഴവും നീചനായ ശനിയും ലഗ്നത്തിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രസ്തുത ശനിയും വ്യാഴവും ചേർന്ന് 7-ലേക്ക് ദൃഷ്ടി കൊടുക്കുന്നു. അതിൽ വരുന്ന ശനിയുടെ ദൃഷ്ടി 7-ൽ നിൽക്കുന്നത് സൂര്യൻ. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. പൊതുവേ ലഗ്നാൽ 7-ൽ ശനിയും വ്യാഴവും യോഗം ചെയ്ത് നിൽക്കുകയോ അതല്ല എങ്കിൽ ശനിയും വ്യാഴവും ചേർന്ന് 7-ലേക്ക് ദൃഷ്ടി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരക്കാർക്ക് പൊതുവെ വിവാഹം വൈകുന്നതായി ധാരാളം ജാതകങ്ങളിൽ കാണാറുണ്ട്. ആത്മീയ പാതയിലൊക്കെ സഞ്ചരിക്കുന്ന ആളുകളുടെ ലഗ്നാൽ 5-ാം ഭാവവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ശനി വ്യാഴ ബന്ധം തീർച്ചയായിട്ടും കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ ലഗ്നാൽ 7-ൽ സൂര്യൻ നിൽക്കുന്നു നീചൻ. അവിടേക്ക് നീചനായി നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടിയും വരുന്നു. അങ്ങേയറ്റം മോശമാണ്. എന്ന് വെച്ചാൽ വിവാഹം അകാരണമായി വൈകുന്നതിനോ അതുമല്ല എങ്കിൽ വിവാഹത്തോടുള്ള താല്പര്യം തീർത്തും കുറഞ്ഞ് ഇരിക്കുന്നതിനോ അതല്ല എങ്കിൽ വിവാഹം വേണ്ട എന്ന് വയ്ക്കുന്നതിനോ പോലെയുള്ള ചിന്തകൾ ഇത്തരക്കാരുടെ മനസ്സിൽ രൂപപ്പെടാം. അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. 3, 4, 5 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ്, ശക്തനായ സൂര്യനാണ് നീചനായി ബുധനോടൊത്ത് 7-ൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സൂര്യൻ 5-ാം ഭാവാധിപത്യം ഒക്കെ വഹിച്ചു കഴിഞ്ഞാൽ അല്പം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ക്യാരക്ടർ, വാശി, കടുംപിടുത്തം, ഞാൻ വിചാരിച്ചതാണ് ശരി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നൊരു വാദഗതി ഇത്തരക്കാർ ഉന്നയിക്കാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഈ വ്യക്തി അങ്ങനെ തന്നെയാണ്. ഇത്തരക്കാരെ ഡീൽ ചെയ്യുന്നതും ഒരല്പം ടഫായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനം മാത്രമാണ് നടക്കേണ്ടത് എന്നിവർ ഉറച്ചു വിശ്വസിക്കും. അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. അത് ഈഗോയുടെ ഒരു പാർട്ടുമാണ്. അതേപോലെ തന്നെ ഈ സൂര്യൻ ഈഗോയിസ്റ്റിക് സ്വഭാവമുള്ള ഒരു പ്രബലനായിട്ടുള്ള ഗ്രഹമാണ് സൂര്യൻ. അപ്പോൾ ഇത്തരക്കാർ വിവാഹം നടത്തിയാൽ തന്നെ പ്രത്യേകിച്ചും സൂര്യൻ്റെയും ശനിയുടെയും ബന്ധം 7-ലേക്ക് വന്നിട്ടുള്ളത് കൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധ കൊടുത്തു വേണം വിവാഹം പോലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ടും അത് പ്രാവർത്തികമാക്കാനായിട്ടും. 7-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ഇവിടെ ശുക്രനാണ്. ശുക്രൻ ഏതൊരാളുടെയും വിവാഹകാരക ഗ്രഹം കൂടാണ്. നീചനായിട്ടാണ് നിൽക്കുന്നത്. നല്ലതല്ല, ഒട്ടും നല്ലതല്ല. ശനി നീചനാണ്, സൂര്യൻ നീചനാണ്, വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ നീചനാണ്. അത് 7-ാം ഭാവാധിപത്യം വഹിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ ഇത്തരക്കാർക്ക് വിവാഹത്തോട് താല്പര്യമില്ലായ്മ എന്ന് പറയുന്നത്, അതല്ല എങ്കിൽ വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തകൾ വർക്കാകുന്നില്ല എന്ന് പറയുന്നത് വളരെ അനന്തരസാധാരണമായി കാണുന്ന ഒരു സ്വഭാവം തന്നെയാണ്. അതേപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ. മുൻപ് ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ചന്ദ്രനോടൊത്ത് കേതു, രാഹു, ശനി, അതേപോലെ തന്നെ ഗുളികൻ. ഇത്രയും അവസ്ഥകൾ ചന്ദ്രനുമായി യോഗം ചെയ്ത് നിൽക്കുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക്. മനസ്സിൻ്റെ കാരക ഗ്രഹമാണ് ഏതൊരാളെ സംബന്ധിച്ചും ചന്ദ്രൻ. അപ്പോൾ അതിനോടൊത്ത് മേൽപ്പറഞ്ഞ അവസ്ഥയിൽ ഗ്രഹങ്ങളോ ഛായാഗ്രഹങ്ങളോ ഗുളികനോ നിന്നു കഴിഞ്ഞാൽ അത്തരക്കാർക്കുള്ള മനസ്സ് എപ്പോഴും ഒരു കലുഷിതമായിരിക്കും. കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതല്ല എങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒരു ഉറപ്പ് ഇല്ലായ്മ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് മനസ്സ് സ്വയം ഇറിറ്റേറ്റഡ് ആക്കുന്ന അവസ്ഥ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. മാത്രവുമല്ല ഇദ്ദേഹത്തിൻ്റെ ഈ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത് എന്ന് വച്ചാൽ ഇവിടെ വ്യാഴവും വർഗോത്തമം ചെയ്ത് നിൽക്കുന്നു. പ്രസ്തുത കുജൻ, അതായത് 9-ൽ നിൽക്കുന്ന കുജനും വർഗോത്തമം ചെയ്താണ് നിൽക്കുന്നത്. നവാംശത്തിലും പ്രസ്തുത ഗ്രഹങ്ങളുടെ സ്ഥാനം അതേ പൊസിഷനിൽ തന്നെയാണ് എന്നർത്ഥം.
പക്ഷേ ഇവിടുത്തെ വ്യാഴത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ലഗ്നത്തിലാണ് വ്യാഴം നിൽക്കുന്നത്, വർഗോത്തമം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഗുളിക ഭവനാധിപനായിട്ടുള്ള വ്യാഴമാണ് എന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ ഭവനത്തിൽ ഗുളികൻ വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നെഗറ്റീവ്സ് ഒഴിവാക്കിയ ഗുണം മാത്രമാണ് വ്യാഴം ഇവിടെ ചെയ്യുക. അതും വിവാഹം വൈകുന്നതിന് ഒരു കാരണം തന്നെയാണ്. കാര്യം ശനി ബന്ധം, സൂര്യബന്ധം, 7ാം ഭാവാധിപൻ നീചൻ. ഇതിനെല്ലാം ഒഴിവാക്കേണ്ടത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വന്ന് തട്ടുക വഴിയാണ്. പ്രസ്തുത ദൃഷ്ടി വ്യാഴം നീചനായിട്ടുള്ള, പ്രത്യേകിച്ചും ശനി പോലെയുള്ള ശക്തനായിട്ടുള്ള ഗ്രഹത്തോടൊത്ത് നിൽക്കുന്ന സമയത്തും അതേപോലെ തന്നെ ഗുളിക ഭവനാധിപനായി വരുന്ന സമയത്തും ഒരല്പം മന്ദഗതിയിലെ വ്യാഴം അവിടെ വർക്ക് ചെയ്യുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക ഒരല്പം വൈകിയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ഡിലേ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് അവിടെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വിവാഹം വൈകുക വഴി ഏതെങ്കിലും ഒരു ടൈമിൽ വിവാഹത്തിന് ഇദ്ദേഹം സമ്മതിച്ചാൽ തന്നെ സ്വാഭാവികമായും വീട്ടുകാർ ചിന്തിക്കുക, എന്തായാലും വൈകി, ഇപ്പോൾ സമ്മതം മൂളിയിരിക്കുന്നു, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നടത്തി കൊടുക്കാമെന്ന് ചിന്തിക്കും. അത് നടത്തി കൊടുക്കും. അത് 100% അബദ്ധവുമാവും. ധാരാളം ആളുകൾ അങ്ങനെ വിളിക്കാറുണ്ട്. ഇത്തരക്കാർ പൊതുവേ ഈ സൂര്യൻ്റെയും ശനിയുടെയൊക്കെ ബന്ധമുള്ള ആളുകൾ വിവാഹം കഴിക്കുന്ന സമയത്ത് കൃത്യമായി ജാതക പരിശോധന നടത്തി നാളും പൊരുത്തവും ഉപരിഗ്രഹനിലയും ഉപരി ആ വ്യക്തിയും എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാവൂ. അതല്ലാത്ത പക്ഷം തർക്കങ്ങൾ, വഴക്കുകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ശനിയും സൂര്യനും തർക്കങ്ങൾ ഉണ്ടാക്കുന്നതിൽ അഗ്രഗണ്യരാണ്, ശത്രുക്കളാണ്. അപ്പോൾ അതിനോട് ചേർന്ന് കുജബന്ധമൊക്കെ ഉള്ള ഒരാളും കൂടെ വന്നു കഴിഞ്ഞാൽ അടിപിടി അക്രമം വരെ ഉണ്ടായി വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇതൊന്നും ക്ഷമ എന്താണെന്നറിയാത്ത ഗ്രഹങ്ങളാണ്. സൂര്യനായിക്കോട്ടെ ഈഗോയിസ്റ്റിക്കാണ്, കുജനായിക്കോട്ടെ ഫാസ്റ്റായിട്ട് പ്രതികരിക്കുന്ന ആളാണ്, ശനി ആയിക്കോട്ടെ കട്ടി സ്വഭാവം കൂടുതലാണ്. അപ്പോൾ ഇത്തരം ഗ്രഹനിലകൾ ചേരുന്ന ഗ്രഹനിലകളുമായി മാത്രമേ ആകാവൂ. ലഗ്നത്തിൽ തന്നെ ശനിയുണ്ട്, ലഗ്നാധിപൻ കുജനാണ്. അപ്പോൾ ലഗ്നങ്ങൾ തന്നെ ചേരണമെന്നൊരു റൂള് തന്നെ അവിടെ ഉണ്ട്. അത് പാലിച്ച് 7ാം ഭാവാധിപൻ എന്താണെന്നും അതിലേക്ക് വരുന്ന ദൃഷ്ടികൾ എന്താണെന്നും ശുക്രൻ്റെ അവസ്ഥ എന്താണെന്നും ഒക്കെ നോക്കി കൃത്യമായിട്ട് ചേരുമെങ്കിൽ അത് ചേർക്കാം. എന്നാൽ തന്നെയും വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തു പോകാനുള്ള ഒരു ശേഷി ഇത്തരം വ്യക്തികൾ സ്വയം ആർജിക്കേണ്ടതുമാണ്. അവിടെയാണ് 5ാം ഭാവാധിപൻ സൂര്യൻ എന്ന് പറയുന്നതിൻ്റെ നെഗറ്റീവ്സ് പ്രതിഫലിക്കുക. ഈ സൂര്യൻ 5ാം ഭാവാധിപനായിരിക്കുന്നിടത്തോളവും കാലം എന്ത് പറഞ്ഞാലും തലയിൽ കയറില്ല. ഞാനാണ് ശരി, ഞാൻ പറഞ്ഞതാണ് വലുത്, ഞാൻ പറഞ്ഞത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ഒരു വാദഗതിയിൽ ഇവർ ഉറച്ചു തന്നെ നിൽക്കും. എന്ന് വെച്ചാൽ ഈഗോ ക്ലാഷസ് ഉണ്ടാകുമെന്ന് സാരം. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഉപരി ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യം തെറ്റില്ലാത്ത ജാതകം തന്നെയാണ്. ഒരു കാര്യം ഒഴിച്ച് ചന്ദ്രൻ കേതു ലഗ്നാൽ 10ൽ നിൽക്കുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് സമയം കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളോ അത്യാവശ്യം ചെറിയ ഇറിറ്റേഷൻസോ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് വലിയ പ്രാധാന്യം കിട്ടുന്നില്ലല്ലോ എന്ന ചിന്തയോ ഒക്കെ ഉണ്ടാകാം. അതിനെ ഒന്ന് തരണം ചെയ്ത് മാറ്റി പോകാനുള്ള ശ്രമങ്ങൾ സ്വയം ഒന്ന് ശീലിച്ചു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ കൂടെ ചെയ്തു കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളൊക്കെ അനുകൂലത്തിൽ വരിക തന്നെ ചെയ്യും. പക്ഷേ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ജാതകം തന്നെയാണ് ഇത്. ലഗ്നാധിപനിലേക്ക് രാഹുവിൻ്റെ 6ാമത്തെ ദൃഷ്ടിയും വരുന്നുണ്ട്. ലഗ്നാൽ 4ൽ രാഹു ഉണ്ട്. ഇത്തരക്കാർ ഭാവിയിലും ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ, ഒരു കരുതൽ എടുത്ത് തന്നെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ബ്ലൈൻഡായി ചെന്ന് കണ്ണടച്ചു ചെന്ന് ബാധ്യതകളിലേക്ക് വീഴരുത് എന്ന് സാരം. മാത്രവുമല്ല ഇവിടെ 4ാം ഭാവാധിപൻ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അവിടേക്ക് ശനിയുടെ 10ാമത്തെ ദൃഷ്ടി വരുന്നുണ്ട്. മാത്രവുമല്ല ചന്ദ്രനോടൊത്ത് കേതു, രാഹു, ശനി, അതേപോലെ തന്നെ ഗുളികൻ പോലുള്ള അവസ്ഥകൾ തീർത്തും നല്ലതല്ല എന്ന് നേരത്തെയും പറഞ്ഞു. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചു തന്നെ കൃത്യമായിട്ട് വേണ്ടുന്ന പരിഹാരങ്ങൾ എടുത്ത് പോകേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത്. മാത്രവുമല്ല രാഹുൽ ചന്ദ്രനാണ് അദ്ദേഹത്തിന് നിലവിൽ നടക്കുന്നത്. നല്ല സമയം പൊതുവേ അല്ല എന്നും മനസ്സിലാക്കുക. മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു മുൻകരുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് 2025 ജൂലൈ 5 തൊട്ട് 2027 ജനുവരി 4 വരെയുള്ള കാലഘട്ടം. ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ തിരുവോണമാണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 2003 വരെ ചന്ദ്രൻ, അതിനുശേഷം കുജൻ 2010 വരെ, അതിനുശേഷം രാഹു പ്രസ്തുത നടപ്പ് ദശയുടെ നാഥൻ 2028 വരെ, അതിനുശേഷം വ്യാഴം 2044 വരെ, ശേഷം ശനി 2063 വരെ, ശേഷം ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. അതിൽ തന്നെ രാഹുവിൽ ചന്ദ്രനിലൊക്കെ വരുന്ന വിവാഹ ആലോചനകൾ വരുന്നുണ്ട് എങ്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക. ഏറിയ പങ്കും
ചേരാത്ത ആളുകൾ വന്ന് നിൽക്കാനുള്ള സാധ്യത കൂടിയ ഒരു സമയമാണ് നിലവിൽ സഞ്ചരിക്കുന്ന രാഹുൽ ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സമയങ്ങളിലൊക്കെ വരുന്ന ശുഭകാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു അതീവ ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ്. പെയ്ഡ് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.